എസ് ഐ ഇല്ലേ? പുറത്തു വരിക. ആരാ ചാർജ്? എസ് ഐയാ. ഞാൻ എസ് ഐ ഒന്ന് കാണാൻ വന്നതാണ്. എന്താ? അദ്ദേഹം ഇപ്പോൾ വരും. പറഞ്ഞു. ഇവരൊക്കെ എസ് ഐ സാറിന് കാണാൻ വന്നവരാ. ഞാൻ ഇവിടെ എസ് ഐ ആയിരുന്നിട്ടുണ്ട് മുമ്പ്. സർ, ഇപ്പോൾ ലോങ് ലീവിലാണ്. എനിക്ക് ഇവിടെ ഉള്ള 2 ഡോക്യുമെന്റ്സ് ഒന്ന് പരിശോധിക്കണം. ഞാൻ ഇരുന്ന പീരീഡിലുള്ളൂ. മാർട്ടിൻ ഷീബ വധക്കേസ്, ക്രൈം നമ്പർ 252/17. കേട്ടിട്ടുണ്ട്. പിന്നെ അതേ വർഷം സെപ്റ്റംബർ മാസത്തിൽ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗിന് പെറ്റിയടിച്ച ഒരാളുടെ അഡ്രസ് ഡീറ്റെയിൽസ്. ഒരു ചന്ദ്രൻപിള്ള. 184 കോമ്പൗണ്ട് ചെയ്ത് വിട്ടതാ. ഇത്ര പഴയതൊക്കെ TR5 രസീത് നോക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് നോക്കണം. അതല്ല സാറേ, തിരക്കുള്ള സമയമായതുകൊണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യാം. സാറകത്തിരുന്നോളൂ, ഞങ്ങളൊന്ന് നോക്കട്ടെ. വരൂ സാർ. സാറിരിക്കേ. അല്ല സാറേ, വെറുതെ അങ്ങ് എടുത്ത് കൊടുക്കാന്ന് വെച്ചാ. ഞാനും അത് ആലോചിക്കുന്നത്. അതും ലീവിലാന്നല്ലേ പറഞ്ഞത്. എന്താ ഇടാകൂടെ ഉണ്ടാക്കിയിട്ടാ ലീവ് പോയെന്ന് ആർക്കറിയാം. സാറ് വരട്ടെ, അതുവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ഇരുത്താം. നോക്കി തുടങ്ങി. എന്നാലും ഒരിത്തിരി സമയമെടുക്കും. സാറിന് ചായയോ കടിയോ മറ്റോ വരുത്തട്ടെ? ഇവിടെ ഒരു തമ്പിയുടെ ഷാപ്പില്ലേ, നല്ല അപ്പം ഇറച്ചിയൊക്കെ കിട്ടുന്നത്. ഞാൻ അവിടെ പോയി കഴിച്ചിട്ട് വരാം. അതിപ്പോൾ ഷാപ്പല്ല സാറേ, തമ്പി മരിച്ചപ്പം മോനത് ഹോട്ടലാക്കി. ഒരു പരിപ്പൂടെയും ചായയും. സാറായിരുന്നോ? പെട്ടെന്ന് മനസ്സിലായില്ല. സാർ തിരിച്ച് സർവീസിൽ കയറിയോ? ഇല്ല. 7-8 മാസമല്ലേ സാർ ഇരുന്നുള്ളൂ? തമ്പി മരിച്ചിട്ടിപ്പോ 1 കൊല്ലം ആവുന്നു. അയ്യോ വേണ്ട സാറേ, ബാക്കി തടാ. ചേട്ടൻ സാർ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് കാണാറുണ്ട്. സാർ ഇതിനൂടെ കാണോ? ശരി. ഒരു റൗണ്ട് ഞങ്ങളൊന്ന് നോക്കി. 3 കൊല്ലം മുമ്പുള്ളതായതുകൊണ്ട് ആ മർഡർ ഫയലിനി SP ഓഫീസിലേക്ക് കൊടുത്തയച്ചോന്നാ. റാഷ് ഡ്രൈവിങ്ങിൻ്റെയും പെട്ടെന്ന് അങ്ങോട്ട് കണ്ണുപെടുന്നില്ല. 10,000 ഉള്ളതിൻ്റെ ഇടയ്ക്കാ. സാറിനറിയാലോ. ഞാൻ വേണേ സഹായിക്കാം. എനിക്കറിയാവുന്ന ഷെൽഫ് ഫയലുമാരും ഒക്കെയാ. സർ, ലീവിലുള്ള SI സല്യൂട്ട് ചെയ്യണമെന്ന് റൂളുണ്ടോ? ഇത് പോലീസിലുള്ള സല്യൂട്ട് അല്ല സാർ. അവനാണല്ലേ? സാറ് പോയപ്പോൾ കോൾ അടിച്ചത് ഞാനാ. ഇവനെ എനിക്ക് തന്നു.
വാ സാറേ. എന്ന് പിടിച്ചേ. ഇനി താ സാറേ. ഇനി എടുക്ക്. മറയട്ടെ. സാറാണോ? എന്താ സാറേ വണ്ടിക്ക് എന്തെങ്കിലും? ഒന്നുമില്ലടാ, പോക്കറ്റിൽ നിന്ന് പേഴ്സ് താഴെ വീണതാ, കിട്ടി. സാറേ നല്ല പൊളപ്പം വരാനുണ്ട്. നീ ഇപ്പൊ തൊട്ടിന്ന് പിടിച്ചാ അങ്ങ് എത്തിക്കട്ടെ. വേണ്ട. അല്ല സാറേ, കഴിഞ്ഞ പ്രാവശ്യത്തെ പിള്ളേർക്കും ഇഷ്ടമായിരുന്നല്ലോ. വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സാറേ, ഞാൻ കോട്ടേഴ്സിൽ എത്തിക്കാം. നീ അങ്ങോട്ട് മാറിയേക്ക്. സാറേ, പതിവുള്ള പോലെ ഓട്ടം കഴിഞ്ഞ് വണ്ടി വീട്ടിലിട്ടാൻ വന്നു. ഒരു കുപ്പി അടിച്ചിട്ടങ്ങ് പോവുകയും ചെയ്തു. എങ്ങോട്ടാ പോയത്? സാധാരണ ഇവിടെ നിന്ന് വീട്ടിലേക്കാണ് പോകാറുള്ളത്. അന്നവൻ പിന്നെയും വന്നു. ഷാപ്പ് പൂട്ടാറായ നേരത്ത് ഒരു 4 കുപ്പിയും കൂടി മേടിച്ചു കുടിച്ചു. എങ്ങോട്ടാന്ന് ചോദിച്ചപ്പം മാർട്ടിൻ സാറിൻ്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞു. പാവമാ സാറേ, ഉപകാരത്തിനല്ലാതെ ഒന്നിനും നിൽക്കാത്തവനാ. അവരാങ്ങളയ്ക്ക് പെങ്ങളും പെങ്ങൾക്ക് ആങ്ങളേ ഉള്ളൂ. അതിൻ്റെ കല്യാണം ഏതാണ്ട് ഉറച്ച മട്ട. നീ ഇപ്പോഴും ഇവിടെ കള്ളിൽ ഡയസോഫാം ചേർക്കുന്നുണ്ടെന്നൊരു വർത്താനം ഉണ്ടല്ലോടാ. പഴയൊരു കേസ് ഉള്ളതാ, അത് ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും പൊങ്ങി വരും. എന്നെ ഇവിടെ വിട്ടേക്ക്. സാറേ ഞാൻ നിൽക്കണോ? വേണ്ട. ഒരു വിളിച്ചെടുത്ത്.
ക്രമസമാധാനത്തെ പറ്റി അപവാദങ്ങൾ പറഞ്ഞു വരുത്തി വോട്ട് നേടാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി. എടുത്തു പരിശോധിക്കട്ടെ, ഞാൻ MLA ആയിരുന്ന കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ക്രൈം റെക്കോർഡ്. 10,000-ത്തിനടുത്തുണ്ടായിരുന്ന ക്രിമിനൽ കേസുകളുടെ എണ്ണം പകുതിയായിട്ടാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ കുറഞ്ഞിരിക്കുന്നത്. ഒരു ഇരട്ട കൊലപാതകം തെളിയിക്കാൻ പറ്റിയിട്ടില്ലെന്ന പേരും പറഞ്ഞ് ഇവിടെ എന്തോ ഭീകരാവസ്ഥയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. അല്ലയോ എന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സുഹൃത്തെ, ഞങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ആ കേസ് തെളിയിച്ചിരിക്കും. ഒന്നിനും കൊള്ളാത്ത ഷണ്ടന്മാരെന്ന് താങ്കൾ വിളിച്ചാക്ഷേപിച്ച അതേ പോലീസിനെ കൊണ്ട് തന്നെ. എത്തി. ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ഗേറ്റില്. അജിത് സാർ വന്നപ്പോൾ ചെറിയൊരു ഉന്തും തള്ളും. സാറിന്റെ തൊപ്പിയെടുത്ത് അവന്മാർ വലിച്ചെറിയാൻ മറ്റും ചെയ്തു. എക്സിറ്റ് പോൾ എടുത്ത് നോക്കണം. 2 ആഴ്ച മുമ്പുള്ളതല്ല ഇപ്പോ. നിങ്ങളുടെ കഴിവുകേട് കാരണം സഫർ ചെയ്യുന്നത് ഞാനാ. ഇന്ന് ഇതുകൂടി ആവുമ്പോ അറിയാത്തവർ അറിഞ്ഞോളൂ. ഫുൾ മീഡിയ പുറത്തുണ്ട്. ഇലക്ഷൻ ഇനി 2 ആഴ്ചയുള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ, പണിയറിയാവുന്ന പോലീസുകാരെ ഞാൻ കൊണ്ടുവരാം. വെറുതെ തെക്കോട്ടും വടക്കോട്ടും നടക്കാൻ കുറെ യൂസ്ലെസ്സുകൾ. എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആർക്കെങ്കിലും? എനിക്ക് റിസൾട്ട് വേണം. അടുത്ത ആഴ്ചയോ അതിന് പിന്നത്തെ ആഴ്ചയല്ല, 2 ദിവസത്തിനകം. പോയിക്കളഞ്ഞു സാറേ. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്ന അവന്മാർ ആ ബ്ലേഡ് രംഗന്റെ പിള്ളേരാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ബാറിൽ നിന്ന് പോയി. അവനും പിന്നെ ആ ഡാനി രണ്ടും ഇപ്പൊ പാർട്ടി ഓഫീസിൽ കയറി ഇരിപ്പുണ്ടായിരിക്കും. അവിടെ ആകുമ്പോൾ നമ്മൾ കയറി ചെല്ലില്ലല്ലോ. കൈയേറ്റം ചെയ്യാൻ ഒന്നുകൂടെ വരും. ഇപ്പൊ തന്നെ ചേട്ടനെ തൊട്ടതിന്. നീയാകും ഗാനത്തെ എന്തെല്ലാം രാഗത്തിൽ പാടുന്നു പ്രകൃതി ദേവി, പാടുന്നു പ്രകൃതി ദേവി. നീയാകും ചിത്രത്തെ Happy birthday to you. Happy birthday to you. Happy birthday dear Malu. Happy birthday to you.
അനന്തനോട് കുറെ നേരം വെയിറ്റ് ചെയ്തു. ഹലോ ഹലോ സർ. അത് സാർ സാർ പാർട്ടി ഓഫീസിൽ ഗുണ്ടകളെ ഒളിപ്പിച്ചിരിക്കുന്നു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ പോയതാണ്. അവർ കുറച്ച് വയലന്റ് ആയപ്പോൾ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി അത് സാർ ഞാൻ വാൺ ചെയ്തോളാം സാർ, ഞാൻ വാൺ ചെയ്തോളാം. യെസ് സാർ. അത് സാർ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള സ്ലോയിങ് ഡൗണും ഉണ്ടായിട്ടില്ല. എവിഡൻസസ് ഒന്ന് പക്കാവുന്നതിൻ്റെ കാലതാമസമേ ഉള്ളൂ. മർഡർ കേസ് ആയതുകൊണ്ട് അവൻ തന്നെയാണ് സാർ, ഡൗട്ടൊന്നുമില്ല. കുറച്ചുകൂടെ ഒന്ന് തയ്യാറെടുത്തിട്ട് അറസ്റ്റിലേക്ക് പോകുന്ന കരുതിയിട്ടാ. ഇല്ല സാർ, ഡിലേ ഉണ്ടാവില്ല സാർ. മനസ്സിലായി സാർ. സാർ അതെ സാർ. ഓ സാർ. സാർ 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 ഞങ്ങളത് തന്നെ. വാട്ട്സ് എ സ്റ്റോറി? കഴിഞ്ഞ ഏപ്രിൽ 13-ാം തീയതി രാത്രി 11:30-ഓടെ ഓട്ടോ ഡ്രൈവറായ പ്രതി തമ്പി എന്നയാൾ നടത്തുന്ന ഷാപ്പിലെത്തി. അവിടെ വെച്ച് അയാൾ അമിതമായി മദ്യപിച്ചു. ഈ പരുവത്തി വണ്ടി എടുക്കണ്ട, ഞാൻ വിടാം. ഞാൻ വീട്ടിലോട്ടല്ല. പിന്നെ നീ നേരത്തെ എങ്ങോട്ടാ? തമ്പി ചേട്ടാ, കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്ത കിട്ടാവുന്ന ഏറ്റവും നല്ല ചെറുക്കനെയാ എൻ്റെ അനിയത്തിക്ക് ഞാൻ കണ്ടുപിടിച്ചത്. അവര് പറഞ്ഞ തുക ഉറപ്പിക്കുന്നതിന് മുമ്പേ ആ പരനാറിയോട് ഞാൻ പറഞ്ഞതാ ഒരു 75,000 രൂപ ആ നേരത്തെ എനിക്ക് തരണമെന്ന്. നീ ധൈര്യമായിട്ട് വാക്കു കൊടുത്തോടാന്നുള്ള ഒറ്റ പറച്ചല്ല ഞാൻ മുമ്പോട്ട് പോയത്. അത് ചേട്ടനും അറിയാലോ. എന്നിട്ടിപ്പോ നസറാണി പന്നിയുടെ മോൻ എന്നോട് പറയാ അയാൾക്ക് തരാൻ പറ്റില്ലെന്ന്. മാർട്ടിൻ സാറോ? നാളെ പറഞ്ഞ തുക കൊടുത്തില്ലെങ്കിൽ കെട്ട് നടക്കില്ല. പക്ഷെ അത് മുടക്കിയിട്ട് ഒരുത്തനും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനും പോകുന്നില്ല. ഇപ്പൊ നീ ഏതായാലും അങ്ങോട്ട് പോവണ്ട. പ്രതി നേരെ പോയത് മാർട്ടിന്റെ വീട്ടിലേക്കാണ്. പണത്തിന്റെ കാര്യം പറഞ്ഞ് വാക്കു തീർക്കുവാൻ. എനിക്ക് തരാവുന്ന 75,000 രൂപ നാളെ കിട്ടണം. എനിക്ക് എൻ്റെ അനിയത്തിയുടെ കെട്ട് നടത്തണം. കാശ് തരാമെന്ന് ഞാൻ ആരോടും ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ആ നേരാവുമ്പോ നോക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. തീയതി കുറിച്ചോളാൻ പറയുന്നത് ഉറപ്പല്ലാതെ എന്താ? നിയന്ത്രണം വിട്ട് മാർട്ടിന്റെ കഴുത്തിന് ശക്തമായി പിടിച്ച് നേരെ ഭിത്തിയിൽ കൊണ്ട് ആഞ്ഞിടിപ്പിച്ചു. മാർട്ടിൻ ബാലൻസ് തെറ്റി വീണു. ഷീബ പേടിച്ചരണ്ട് അയ്യോ എന്നുറക്കെ നിലവിളിച്ചു. മുരളി കയ്യിലൊളിപ്പിച്ചിരുന്ന പെപ്പർ സ്പ്രേ അവളുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തു. നിയന്ത്രണം നഷ്ടപ്പെട്ട അവർ നിലത്ത് വീണു. ഇതേസമയം എഴുന്നേൽക്കാൻ ശ്രമിച്ച മാർട്ടിന് നേരെയും മുരളി സ്പ്രേ ചെയ്തു. താഴെ വീണ് കിടന്നിരുന്ന മാർട്ടിനെ എളിയിൽ വെച്ചിരുന്ന നീണ്ട സ്പൈറൽ സ്ക്രൂ ഡ്രൈവർ എടുത്ത് മുരളി കഴുത്തിൽ ആഞ്ഞുവിട്ടു. അപ്പോഴേക്കും വീണെടുത്ത് നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ച ഷീബയെ അവരുടെ നെഞ്ചിൽ മുരളി 2 തവണ കുത്തി. തുടർന്ന് വീട് പുറത്തുനിന്ന് പൂട്ടിയതിനു ശേഷം 2 ശവശരീരങ്ങളും പ്രതി വീടിന് പിന്നിലുള്ള പറമ്പിൽ കുഴിച്ചുമൂടി. അതേ പറമ്പിൽ സമീപം ഒരു പൂച്ച ചത്ത് കിടന്നിരുന്ന ദുർഗന്ധമുണ്ടായിരുന്നതിനാൽ മൃതദേഹങ്ങളുടെ അഴുകിയ ഗന്ധം പുറത്തെത്താൻ വൈകി.